മലപ്പുറം വിരോധത്തിൻ്റെ പ്രത്യയശാസ്ത്ര പരിസരം എം അക്ബർ എഴുതിയ ലേഖനത്തിൻ്റെ 10-ാം അധ്യായം 1-ാം ഭാഗം. മലപ്പുറം വിരോധവും പ്രൊട്ടസ്റ്റന്റ് മിഷണറിമാരും. കത്തോലിക്ക സഭയെയും പോപ്പിനെയും കുരിശുയുദ്ധങ്ങളെയുമെല്ലാം വിമർശിക്കുന്നവരായിരുന്നു പ്രൊട്ടസ്റ്റന്റ് വിപ്ലവത്തിന് ചുക്കാൻ പിടിച്ചവർ. എങ്കിലും ഇസ്ലാമിനെക്കുറിച്ച് അവർക്കുണ്ടായിരുന്നത് കുരിശുയുദ്ധകാലത്ത് രൂപപ്പെട്ട മിഥ്യാധാരണകൾ തന്നെയായിരുന്നു. പോപ്പ് സഭയുടെ ആത്മാവിനെ നശിപ്പിക്കുന്നു, തുർക്കി അതിൻ്റെ ശരീരത്തെ നശിപ്പിക്കുന്നുവെന്ന് പ്രസ്താവിച്ച മാർട്ടിൻ ലൂഥർ ഇസ്ലാമിനെ കണ്ടത് അന്തിക്രിസ്തുവിൻ്റെ അടയാളമായിട്ടാണ്. അള്ളാഹു എന്ന പദത്തെ മുഹമ്മദിൻ്റെ ദേവനെന്നും റസൂലുള്ളയെ കള്ളദൈവത്തിൻ്റെ ദൂതൻ എന്നുമെല്ലാം പരിഭാഷപ്പെടുത്തുന്ന ഖുർആൻ്റെ ലത്തീൻ വിവർത്തനത്തിന് അവതാരിക എഴുതിയത് അദ്ദേഹമാണ്. പോപ്പ് അന്തിക്രിസ്തുവിൻ്റെ ആത്മാവാണെങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൻ്റെ ശരീരമാണ് എന്ന് വിശ്വസിച്ച ലൂഥർ കള്ളപ്രവാചകൻ, സാത്താൻ്റെ ആദ്യജാതൻ എന്നിങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശേഷിപ്പിക്കുന്നത്. ക്രിസ്തീയ വിശ്വാസത്തെ നശിപ്പിക്കാൻ സാത്താൻ വിതച്ച വിഷവിത്തുകളാണ് ഖുർആനിലെ വചനങ്ങൾ എന്ന് കരുതിയ അദ്ദേഹം നുണകളുടെ പുസ്തകം, മ്ലേച്ഛമായ പുസ്തകം എന്നിങ്ങനെയാണ് ഖുർആനിനെ വിളിക്കുന്നത്. ദൈവശാസ്ത്രപരമായ പിഴവും ക്രിസ്ത്യാനികൾ അനുസരണക്കേട് കാണിച്ചപ്പോൾ അവരെ ശിക്ഷിക്കാൻ ദൈവം ഉപയോഗിക്കുന്ന വടിയുമായി ഇസ്ലാമിനെ അവതരിപ്പിച്ചുകൊണ്ട് വാളിൻ്റെ മതം, യുക്തിരാഹിത്യത്തിൻ്റെ മതം, ഇന്ദ്രിയ സുഖങ്ങളുടെ മതം എന്നിങ്ങനെ ഇസ്ലാമിനെ അദ്ദേഹം പരിഹസിക്കുന്നുണ്ട്. ലോകാവസാനത്തിന് മുമ്പ് ക്രിസ്ത്യാനികളെ ഉന്മൂലനം ചെയ്യാൻ വരുന്ന സാത്താൻ്റെ സൈന്യമാണ് ഇസ്ലാമിൻ്റേത് എന്നും നാഗരികതയെ തകർക്കാനായി വരുന്ന മുസ്ലിങ്ങൾ ധാർമ്മികമായി ക്രിസ്ത്യാനികളെക്കാൾ മെച്ചപ്പെട്ടവരായി തോന്നുമെങ്കിലും പക്ഷേ അതവരെ സ്വർഗത്തിലെത്തിക്കില്ലെന്നും പറയുമ്പോൾ കുരിശുയുദ്ധകാലത്ത് രൂപീകരിക്കപ്പെട്ട ഇസ്ലാം മുസ്ലിം ചിത്രങ്ങളെ അതേപടി കോപ്പിയടിക്കുക മാത്രമാണ് ലൂഥർ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയും. പ്രൊട്ടസ്റ്റന്റ് നവോത്ഥാനത്തിലെ മറ്റൊരു അതികായനായ ജീൻ കാൽവിനും ഇസ്ലാമിനെ നോക്കിക്കണ്ടത് ലൂഥറുടേതിന് സമാനമായ ശത്രുതയോടെയാണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ സമീപനത്തിൽ ബൗദ്ധികമായ ചില വ്യത്യാസങ്ങളുണ്ടായിരുന്നു. ബാഹ്യശത്രുവായല്ല, ക്രൈസ്തവ ദൈവശാസ്ത്രത്തിൽ നിന്നും വഴിതെറ്റിപ്പോയ ഒരു വ്യതിയാനമായിട്ടാണ് കാൽവിൻ ഇസ്ലാമിനെ വിലയിരുത്തിയത്. ലൂഥറെപ്പോലെ തന്നെ കാൽവിനും ഇസ്ലാമിനെ കണ്ടത് അന്തിക്രിസ്തുവായി തന്നെ. സത്യത്തിൽ നിന്നും മനുഷ്യരെ അകറ്റുന്ന വഞ്ചനയുടെ ശക്തിയായി മുസ്ലിങ്ങളെ വിശേഷിപ്പിച്ച അദ്ദേഹം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചത് മഹാവഞ്ചകൻ എന്നാണ്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിലുള്ള ചെറിയ കൊമ്പ് ഇസ്ലാമിനെയും പോപ്പുമാരെയും സൂചിപ്പിക്കുന്നുവെന്ന് വാദിച്ചുകൊണ്ടാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മഹാവഞ്ചകനായി അദ്ദേഹം ചിത്രീകരിക്കുന്നത്. സത്യങ്ങൾ അറിഞ്ഞിട്ടും അവ ബോധപൂർവം മറച്ചുവെച്ച് സ്വന്തം മതം നിർമ്മിച്ച വ്യക്തിയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നതിനാൽ അദ്ദേഹത്തെ പരിഗണിക്കേണ്ടത് മതപരിത്യാഗിയായാണ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പക്ഷം. ബൈബിൾ പഴയ പുതിയ നിയമങ്ങളിൽ നിന്ന് മോഷ്ടിക്കുകയും അവയെ വികലമാക്കിക്കൊണ്ട് നിർമ്മിക്കുകയും ചെയ്ത ഖുർആനിലെ ആശയങ്ങൾ അസംബന്ധങ്ങളുടെ കൂട്ടമാണ് എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത്. പുരുഷൻ്റെ ലക്കും ലഗാനുമില്ലാത്ത കാമത്തെ പ്രോത്സാഹിപ്പിക്കാനുള്ള ബഹുഭാര്യത്വം, അന്യമതസ്ഥരെ പീഡിപ്പിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തുന്ന മുസ്ലിങ്ങളുടെ ക്രൂരതകളും മതഭ്രാന്തും, സ്വേച്ഛാധിപത്യത്തിലും അധാർമികതയിലും അധിഷ്ഠിതമായ ഇസ്ലാമിൻ്റെ ഭരണക്രമം, അറിഞ്ഞുകൊണ്ട് സത്യത്തെ മൂടിവെക്കുകയും മറ്റുള്ളവരെ വഴിപിഴപ്പിക്കുകയും ചെയ്ത മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത് സാത്താൻ്റെ വഞ്ചന. യുക്തി കൊണ്ടോ സ്നേഹം കൊണ്ടോ അല്ലാതെ വാളുപയോഗിച്ച് മതപ്രചാരണം നടത്തിയ മുസ്ലിങ്ങൾ ക്രൂരരായ വേട്ടക്കാർ. ഭക്ഷണം, പാനീയം, ലൈംഗികത എന്നിവയിൽ അധിഷ്ഠിതമായ ഖുർആനിലെ സ്വർഗസങ്കല്പം മൃഗീയം. അക്രമത്തിലൂടെ അടിച്ചേൽപ്പിക്കപ്പെടുന്നവയാണ് ഇസ്ലാമിക നിയമങ്ങൾ. ദാനിയേലിൻ്റെ പുസ്തകത്തിൻ്റെ വ്യാഖ്യാനങ്ങൾ, ആവർത്തന പുസ്തകത്തെക്കുറിച്ചുള്ള മതപ്രഭാഷണങ്ങൾ, ക്രിസ്ത്യൻ മതത്തിൻ്റെ സ്ഥാപനങ്ങൾ എന്നീ പുസ്തകങ്ങളിൽ പലയിടങ്ങളിലായി ചിതറിക്കിടക്കുന്ന ഇസ്ലാമിനെക്കുറിച്ച കാൽവിൻ വിവരണങ്ങളാണിവ. ജർമ്മൻ ലൂഥറൻ പൗരോഹിത്യം നേടിയ ബാർത്തലോമിയോസ് സീഗൻബാൽഗും സഹപ്രവർത്തകനായ ഹെയ്ൻറിക് പ്ലുഷൗവും കൂടി 1706 ജൂലൈ 9 ഡാനിഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കീഴിലുള്ള തമിഴ്നാട്ടിലെ താരങ്ങമ്പാടിയിൽ എത്തുന്നതോടെയാണ് ഇന്ത്യയിലെ പ്രൊട്ടസ്റ്റന്റ് മിഷണറി പ്രവർത്തനങ്ങളുടെ ചരിത്രം ആരംഭിക്കുന്നത്. 1712 അവിടെ ആദ്യത്തെ പ്രൊട്ടസ്റ്റന്റ് മിഷൻ പ്രസ് സ്ഥാപിച്ചുകൊണ്ട് സുവിശേഷ പുസ്തകങ്ങൾ തമിഴിൽ പ്രസിദ്ധീകരിച്ച് വിതരണം ചെയ്തുകൊണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ തുടക്കം. തമിഴ് ഭാഷ പഠിച്ച് അതിൽ സാമർഥ്യം നേടിയ ശേഷം
1714 സീഗൻബാൾഗ് എഴുതിയ തമിഴ് പുതിയ നിയമമാണ് ഇന്ത്യൻ ഭാഷകളിലെ ആദ്യത്തെ ബൈബിൾ. 1716 ഇന്ത്യയിലെ ആദ്യത്തെ പ്രൊട്ടസ്റ്റന്റ് സെമിനാരി സ്ഥാപിച്ചുകൊണ്ട് സുവിശേഷകരെ വാർത്തെടുക്കാൻ തുടങ്ങിയതും അദ്ദേഹം തന്നെ. തൻ്റെ ശ്രമഫലമായി 1708 താരങ്ങമ്പാടിയിൽ നിർമ്മിക്കപ്പെട്ട ഇന്ത്യയിലെ ആദ്യത്തെ പ്രൊട്ടസ്റ്റന്റ് ചർച്ചിൽ തന്നെയാണ് 1719 ഫെബ്രുവരി 23 തൻ്റെ 36ാമത്തെ വയസ്സിൽ അന്തരിച്ച അദ്ദേഹത്തിൻ്റെ ശവകുടീരമുള്ളത്. 1713 സീഗൻബാൾഗ് എഴുതിയ ദക്ഷിണേന്ത്യൻ ദൈവങ്ങളുടെ ഉൽപ്പത്തിയാണ് ഹൈന്ദവ ദേവതകളെ വിമർശിച്ചുകൊണ്ട് എഴുതപ്പെട്ട ആദ്യത്തെ മിഷണറി ഗ്രന്ഥം. ഇന്ത്യയിലെ ഹിന്ദു മുസ്ലിം പണ്ഡിതരുമായി സംവദിക്കുന്ന ആദ്യത്തെ മിഷണറിയും അദ്ദേഹം തന്നെ. താൻ നടത്തിയ വൈയക്തികമായ സംവാദങ്ങളെ വിശദീകരിച്ചുകൊണ്ട് ഡെൻമാർക്ക് രാജാവിനെയും യൂറോപ്പിലെ മിഷണറിമാരെയും അഭിസംബോധന ചെയ്തുകൊണ്ട് എഴുതിയ റിപ്പോർട്ടുകളെ ക്രോഡീകരിച്ചുകൊണ്ടുള്ള പുസ്തകത്തിന് അദ്ദേഹം നൽകിയ തലക്കെട്ടിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ 34 Conferences between the Danish missionaries and the Malabarian Brahmins in the East Indies concerning the truth of the Christian religion എന്നാണ്. തലക്കെട്ടിൽ പ്രാകൃതരായ ബ്രാഹ്മണ പുരോഹിതരുമായി നടത്തിയ സമ്മേളനങ്ങൾ എന്നാണ് എഴുതിയിട്ടുള്ളതെങ്കിലും അതിൽ പ്രതിപാദിച്ചിട്ടുള്ള സംവാദങ്ങളിൽ 8 മുസ്ലിം പണ്ഡിതരുമായിട്ടുള്ളവയാണ്. ബ്രാഹ്മണ പുരോഹിതരും പ്രാദേശിക ഭരണാധികാരികളും സ്കൂൾ കുട്ടികളുമായുമെല്ലാം നടത്തിയ കൂടിക്കാഴ്ചകൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പോർച്ചുഗീസ് കത്തോലിക്കരിൽ നിന്നും വ്യത്യസ്തമായി സംവാദാത്മകവും പ്രബോധനപരവുമായ മാർഗങ്ങൾ ഉപയോഗിച്ചാണ് ഡെൻമാർക്കുകാർ മുതൽ ബ്രിട്ടീഷുകാർ വരെയുള്ള പ്രൊട്ടസ്റ്റന്റുകാർ മതപരിവർത്തനം നടത്താൻ ശ്രമിച്ചത് എന്നാണ് വിലയിരുത്തപ്പെടാറുള്ളത്. അതൊരു പരിധിവരെ ശരിയുമാണ്. പ്രൊട്ടസ്റ്റന്റ് മിഷണറിമാർ പോർച്ചുഗീസ് കത്തോലിക്കരെ പോലെ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും പീഡിപ്പിച്ച് മതം മാറ്റാൻ ശ്രമിച്ചതായി രേഖകളൊന്നുമില്ല. ആദ്യം ആശയപ്രചാരണത്തിലൂടെയും പിന്നീട് സേവന പ്രവർത്തനങ്ങളിലൂടെയുമാണ് അവർ ആളുകളെ മതം മാറ്റാൻ ശ്രമിച്ചത്. ലൂഥറൻ പുരോഹിതനായിരുന്ന ബാർത്തലോമിയോസ് സീഗൻബാൾഗ് രേഖപ്പെടുത്തിയ 34 സമ്മേളനങ്ങളിലെ വിഷയാവതരണങ്ങളിൽ നിന്ന് അദ്ദേഹവും സുഹൃത്തുക്കളും എങ്ങനെയാണ് ദക്ഷിണേന്ത്യക്കാരായ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും മതം മാറ്റാൻ ശ്രമിച്ചത് എന്ന് വ്യക്തമാകും. ഇസ്ലാമിലെയും ഹിന്ദുമതത്തിലെയും ആചാരങ്ങളെ പൈശാചിക പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അന്ധവിശ്വാസങ്ങൾ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടായിരുന്നു അവരുടെ മതപ്രചാരണമെന്ന് നടേ പറഞ്ഞ പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ നിന്നും മനസ്സിലാകുന്നുണ്ട്. ഹിന്ദു ദൈവങ്ങളെ പിശാചുകളായും അവയെ ആരാധിക്കുന്നത് അജ്ഞതയായും പുരാണ കഥകളെ യുക്തിക്ക് നിരക്കാത്തവയും അധാർമികവുമായും ചിത്രീകരിക്കുന്ന ദക്ഷിണേന്ത്യൻ ദൈവങ്ങളുടെ ഉൽപ്പത്തിയുടെ ശൈലി തന്നെയായിരുന്നു അവരുടെ നേരിട്ടുള്ള പ്രബോധന സംവാദന ശൈലികളും എന്ന് വ്യക്തമാക്കുന്നുണ്ട് 34 സമ്മേളനങ്ങൾ രേഖപ്പെടുത്തിയ പുസ്തകത്തിൻ്റെ ആമുഖം. മുസ്ലിങ്ങളോടുള്ള ഡാനിഷ് മിഷണറിമാരുടെ പ്രബോധന സംവാദന രീതികളിൽ നിന്ന് കുരിശുയുദ്ധകാലത്ത് രൂപീകരിക്കപ്പെട്ട ഇസ്ലാം ചിത്രം മാത്രമാണ് അവരുടെ മനസ്സുകളിലുണ്ടായിരുന്നത് എന്ന് വ്യക്തമാവും. 1707 ജൂലൈ 5 ഒരു മുസ്ലിം പണ്ഡിതനുമായി നടത്തിയതായി വിശദീകരിക്കപ്പെട്ടിട്ടുള്ള സീഗൻബാൽഗിൻ്റെ 2ാമത്തെ സമ്മേളനത്തെക്കുറിച്ചുള്ള വിവരണത്തിൽ നിന്ന് തുടങ്ങുന്നു ഇസ്ലാമിനെക്കുറിച്ചുള്ള അബദ്ധധാരണകളുടെ ഒരു പ്രവാഹം. ഒരു യഹൂദൻ്റെയും ക്രിസ്ത്യാനിയുടെയും സഹായത്തോടെ അവരുടെ മതങ്ങളെ അനുകരിച്ച് മുഹമ്മദ് നിർമ്മിച്ചതാണ് അദ്ദേഹത്തിൻ്റെ വികലമതം. താൻ ദൈവത്തിന് പ്രിയപ്പെട്ടവനാണ് എന്ന് അധമവും അശുദ്ധവുമായ മനസ്സുകൊണ്ട് അദ്ദേഹം സങ്കല്പിച്ചു. ക്രിസ്തുവിനെയും പരിശുദ്ധാത്മാവിനെയും നിഷേധിക്കുന്നതിനാൽ യഥാർത്ഥ സത്യദൈവത്തിൽ അദ്ദേഹം വിശ്വസിക്കുന്നില്ല. കള്ളപ്രവാചകനും കപടനും ദൈവത്തിൻ്റെയും ധാർമ്മികതയുടെയുമെല്ലാം വലിയ എതിരാളിയുമാണ് അദ്ദേഹം. യേശുവിൻ്റെ സുവിശേഷത്തിൽ വിശ്വസിക്കാത്തവരെ ശിക്ഷിക്കാനായി നിയോഗിക്കപ്പെട്ട ചമ്മട്ടിയാണ് അദ്ദേഹം. രക്തരൂക്ഷിതമായ യുദ്ധങ്ങളും ബഹുഭാര്യാത്വവും ഭോഗാസക്തരും വിവരമില്ലാത്തവരുമായ ജനതയ്ക്കിടയിൽ തൻ്റെ ദുഷിച്ച ആശയങ്ങൾ പ്രചരിപ്പിക്കാനുള്ള ഉപായമായി ഉപയോഗിച്ചയാളാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ജീവിതം മൊത്തത്തിൽ അധാർമികമായിരുന്നു. വിഷയാസക്തിയിൽ അധിഷ്ഠിതമായ അവരുടെ മതത്തിൻ്റെ തെറ്റുകൾ മറച്ചുവെക്കാനായിട്ടാണ് ഖുർആൻ വായിക്കുവാൻ പ്രോത്സാഹനം നൽകാത്തത്. മോശയുടെയും സുവിശേഷത്തിലെയും നിയമങ്ങളുടെ കഷ്ണങ്ങൾ എടുക്കുകയും അവയെ മലിനപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് രചിച്ചതാണ് ഖുർആൻ. മുസ്ലിങ്ങളുമായി ഡാനിഷ് മിഷണറിമാർ നടത്തിയ 8 സംവാദങ്ങളിലും ഇസ്ലാമിനെ പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ട് ആവർത്തിച്ചു പറഞ്ഞ കാര്യങ്ങളാണിവ. വെറുപ്പിലും വിവരക്കേടിലും അധിഷ്ഠിതമായ ആദ്യത്തെ പ്രൊട്ടസ്റ്റന്റ് മിഷണറി മുന്നേറ്റത്തെ യുക്തിയും പ്രമാണങ്ങളും മുന്നിൽ വെച്ചാണ് മുസ്ലിം പണ്ഡിതന്മാർ നേരിട്ടത് എന്ന് അദ്ദേഹത്തിൻ്റെ തന്നെ വരികൾക്കിടയിലൂടെ വായിച്ചാൽ നമുക്ക് മനസ്സിലാവും.
തികഞ്ഞ ഏകദൈവ വിശ്വാസികളായ മുസ്ലിങ്ങൾക്ക് ത്രിത്വം എത്ര വിശദീകരിച്ചിട്ടും മനസ്സിലാകുന്നില്ല. ബൈബിളിലെ പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള വൈരുദ്ധ്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവ ദൈവികമല്ല എന്ന് വാദിക്കുമ്പോൾ ഉത്തരം പറയാൻ കഴിയുന്നില്ല. ഒരാൾ ചെയ്ത പാപത്തിന് മറ്റൊരാൾ ശിക്ഷ അനുഭവിക്കുന്നത് നീതിയല്ല എന്നിരിക്കെ ആദിപാപത്തിന് ക്രിസ്തുവിൻ്റെ ബലിയിലൂടെ മോചനം ലഭിക്കുമെന്ന് കരുതുന്നത് ദൈവിക നീതിക്ക് എതിരല്ലേ എന്ന് ചോദിക്കുമ്പോൾ പാപപരിഹാര സിദ്ധാന്തം വിശദീകരിക്കാൻ പ്രയാസപ്പെടുന്നു. ഓരോ മനുഷ്യനും അവനവൻ ചെയ്യുന്ന പ്രവർത്തികൾക്ക് ദൈവത്തോട് ഉത്തരവാദിത്തമുള്ളവനായതിനാൽ മറ്റുള്ളവരുടെ പാപങ്ങൾക്ക് ക്രിസ്തു ബലിയായി എന്ന ആശയം എങ്ങനെ ശരിയാകും എന്ന സംശയത്തിന് മറുപടി പറയാൻ കഴിയുന്നില്ല. ഇങ്ങനെ ഭാഷയിലും തർക്കശാസ്ത്രത്തിലുമുള്ള പ്രാവീണ്യം ഉപയോഗിച്ച് മിഷണറിമാരെ മുസ്ലിം പണ്ഡിതന്മാർ നേരിട്ടപ്പോൾ സംവാദങ്ങളിൽ മിഷണറിമാർ പ്രതിരോധത്തിലായി എന്ന് അവരുടെ തന്നെ വാക്കുകൾ വെളിപ്പെടുത്തുന്നു. മുസ്ലിങ്ങൾ പൊതുവെ തങ്ങളുടെ മതവിശ്വാസത്തിൽ വളരെ കണിശത പുലർത്തുന്നവരാണ് എന്നും അവരെ മതം മാറ്റുക എന്നത് ഏറ്റവും വലിയ വെല്ലുവിളിയാണ് എന്നും മിഷണറിമാർ സമ്മതിക്കുന്നതാണ് സീഗൻബാൽഗിൻ്റെ ആമുഖത്തിലും കത്തുകളിലും നാം വായിക്കുന്നത്. കുരിശുയുദ്ധക്കാരുടെ മാനസികാവസ്ഥയോടെ സീഗൻബാൽഗ് ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും മുഹമ്മദ് നബിയെയും ഖുർആാനിനെയും അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ച് അവഹേളിക്കുവാൻ ശ്രമിച്ചപ്പോൾ അവയെ തർക്കശാസ്ത്രത്തിൻ്റെ ഉപകരണങ്ങൾ ഉപയോഗിച്ച് ബൗദ്ധികമായി നേരിടുകയാണ് മുസ്ലിം പണ്ഡിതർ ചെയ്തത് എന്ന് അദ്ദേഹത്തിൻ്റെ മിഷണറി പ്രവർത്തനങ്ങളെക്കുറിച്ച് ഗവേഷണം നടത്തിയ ബ്രിജ് രാജ് സിംഗ് സമ്മർദ്ദിക്കുന്നുണ്ട്. 1605 ആന്ധ്രയിലെ മച്ചലി പട്ടണത്തിൽ ഫാക്ടറി സ്ഥാപിച്ചുകൊണ്ട് ഇന്ത്യയിൽ സാന്നിധ്യമറിയിച്ച ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കൊച്ചി, പുളിക്കാട്, നാഗപട്ടണം കോളനികളോടനുബന്ധിച്ചും നടന്നത് പ്രൊട്ടസ്റ്റന്റ് മിഷണറി പ്രവർത്തനങ്ങളാണെങ്കിലും അവരുടെ പ്രവർത്തനങ്ങൾ വ്യാപകമാകുന്നത് ബ്രിട്ടീഷ് ഭരണകാലത്താണ്. പ്ലാസി യുദ്ധത്തിൽ ബംഗാൾ നവാബിനെ തോൽപ്പിച്ചുകൊണ്ട് 1757 ഇന്ത്യയിൽ തങ്ങളുടെ അധികാരം സ്ഥാപിച്ച ആദ്യ നാളുകളിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി കത്തോലിക്ക മിഷണറിമാരെ സഹായിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചിരുന്നത്. 1718 സ്ഥാപിച്ച ബോംബെയിലെ ഇറ്റാലിയൻ കാർമൈറ്റ് മിഷണറിമാരെയും 1742 സ്ഥാപിച്ച ഫ്രഞ്ച് കാപ്പുച്ചിൻ മിഷണറിമാരെയും ഏകദേശം അക്കാലത്ത് തന്നെ സ്ഥാപിച്ച കേരളത്തിലെ ഇറ്റാലിയൻ കാർമൈറ്റ് മിഷണറിമാരെയും കമ്പനി സഹായിച്ചതായി വ്യക്തമാക്കുന്ന രേഖകളുണ്ട്. എന്നാൽ തങ്ങളുടെ വ്യാപാര താൽപ്പര്യങ്ങളെ ഹനിക്കുന്നതിന് നിമിത്തമാകും എന്ന് തോന്നിയതിനാൽ മിഷണറി പ്രവർത്തനങ്ങളിൽ നിന്നും ഔദ്യോഗികമായി വിട്ടുനിൽക്കുകയാണ് ഇന്ത്യയെ ചൂഷണം ചെയ്യുന്നതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്ന ഈസ്റ്റ് ഇന്ത്യ കമ്പനി ചെയ്തത്. തുടക്കത്തിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി മിഷണറി പ്രവർത്തനങ്ങളെ ഔദ്യോഗികമായി അനുവദിച്ചിരുന്നില്ലെങ്കിലും ഇവിടെ എത്തിയ ബ്രിട്ടീഷുകാരിൽ പലരും അനൗദ്യോഗികമായി അത് നിർവഹിച്ചിരുന്നു. കമ്പനി സൈന്യത്തിലെ ഉദ്യോഗസ്ഥർക്കും അവരുടെ കുടുംബങ്ങൾക്കും വേണ്ടിയുള്ള പുരോഹിതൻ എന്ന നിലയിൽ ഇന്ത്യയിലെത്തിയ ഹെൻറി മാർട്ടിനാണ് അനൗദ്യോഗികമായി മിഷണറി പ്രവർത്തനങ്ങൾ നടത്തിയവരിൽ പ്രധാനിയായി അറിയപ്പെടുന്നത്. ഇന്ത്യയിലെത്തിയ 1806 മുതൽ 1812 മരണപ്പെടുന്നതുവരെ മിഷണറി പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്ന അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട രീതി വ്യക്തിപരമായ സംവാദങ്ങളായിരുന്നു. 1806 മുതൽ 1811 വരെ ബംഗാളിലെ വ്യത്യസ്ത സ്ഥലങ്ങളിലും ബീഹാറിലെ ദീനാപൂരിലും ഉത്തർപ്രദേശിലെ കാൺപൂരിലുമുള്ള സുന്നി മുസ്ലിം പണ്ഡിതന്മാരുമായും 1811 മുതൽ മരണം വരെ പേർഷ്യയിലെ ഷിയ പണ്ഡിതന്മാരുമായും അദ്ദേഹം നേരിട്ടുള്ള സംവാദങ്ങളിൽ ഏർപ്പെട്ടതായി രേഖകളുണ്ട്. 1811 പേർഷ്യയിലെ ഷിറാസിൽ വെച്ച് എഴുതുകയും ഇന്ത്യയിലെയും പേർഷ്യയിലെയും മുസ്ലിങ്ങൾക്കിടയിൽ വിതരണം ചെയ്യുകയും ചെയ്ത പേർഷ്യൻ ഭാഷയിലുള്ള അദ്ദേഹത്തിൻ്റെ 3 ലഘുലേഖകളാണ് ബ്രിട്ടീഷ് മിഷണറിമാരുടെ ആദ്യത്തെ പ്രസിദ്ധീകരണം. യേശുവിൻ്റെ ദൗത്യത്തെക്കുറിച്ചും ബൈബിളിൻ്റെ ആധികാരികതയെക്കുറിച്ചുമുള്ള ഒന്നാമത്തെ ലഘുലേഖയിലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വത്തെയും ഖുർആനിലെ അത്ഭുതങ്ങളെയും നിഷേധിച്ചുകൊണ്ടുള്ള രണ്ടാമത്തെ ലഘുലേഖയിലും ഇസ്ലാമിക നിയമങ്ങളെക്കാൾ ക്രിസ്തീയ പാപപരിഹാര സിദ്ധാന്തമാണ് ശ്രേഷ്ഠം എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന മൂന്നാമത്തെ ലഘുലേഖയിലുമെല്ലാം നിറയെ കുരിശുയുദ്ധങ്ങൾ അവശേഷിപ്പിച്ച ഇസ്ലാമിനോടുള്ള അവജ്ഞയും വെറുപ്പുമാണ് കാണാനാവുക. ഈ ലഘുലേഖകൾ കൂടാതെ അദ്ദേഹം എഴുതിയ കത്തുകളും പ്രസിദ്ധീകരണങ്ങളും 2 വാള്യങ്ങളിലായി ഓക്സ്ഫോർഡ് ബിഷപ്പായിരുന്ന സാമുവേൽ വിൽബർ ഫോഴ്സ് 1837 ക്രോഡീകരിച്ചിട്ടുണ്ട്. തൻ്റെ രചനകളിൽ കാമാതുരനായ കപടൻ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ആവർത്തിച്ചിട്ടുള്ള വിശേഷണം.
ദൈവവചനങ്ങൾ എന്ന് വിളിക്കാൻ യാതൊരു നിർവാഹവുമില്ലാത്ത വൃത്തികേടുകളുടെയും വൈരുദ്ധ്യങ്ങളുടെയും മതിഭ്രമത്തിൻ്റെയുമെല്ലാം മിശ്രിതമായിട്ടാണ് ഖുർആനെ അദ്ദേഹം അവതരിപ്പിക്കുന്നത്. വാളിൻ്റെയും അന്തഃപുരത്തിൻ്റെയും മാത്രം മതമാണ് ഇസ്ലാമെന്നും മനുഷ്യരെ ധാർമ്മികമായി നയിക്കാനോ ആത്മീയമായി ഉയർത്തിക്കൊണ്ടുവരാനോ അതിന് കഴിയുകയില്ല എന്നും സ്ഥാപിക്കാനാണ് അദ്ദേഹം തൻ്റെ രചനകളിലെല്ലാം ശ്രമിക്കുന്നത്. വ്യാപാരത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ശരിയല്ല എന്നും ഇന്ത്യയെ ക്രൈസ്തവവൽക്കരിക്കാൻ ഭരണത്തെ ഉപയോഗപ്പെടുത്തണം എന്നുമുള്ള ശക്തമായ വാദങ്ങൾ മിഷണറിമാരിൽ നിന്നുണ്ടായതോടെയാണ് ബ്രിട്ടീഷ് സർക്കാർ ഇന്ത്യയിലെ മിഷണറി പ്രവർത്തനങ്ങളിൽ കാര്യമായി ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. കൽക്കട്ടയിലെ ആംഗ്ലിക്കൻ പുരോഹിതനായിരുന്ന ക്ലോഡിയാസ് ബുച്ചനൻ 1805 പ്രസിദ്ധീകരിച്ച ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഒരു സഭാ സംവിധാനം സ്ഥാപിക്കേണ്ട ആവശ്യകതയെക്കുറിച്ചുള്ള സ്മരണിക എന്നതിൽ ഇவ்വിഷയകമായ വലിയ ചർച്ചകൾക്ക് തിരികൊളുത്തി. ഇന്ത്യയിൽ ജീവിക്കുന്ന ബ്രിട്ടീഷുകാരുടെ ആത്മീയ ആവശ്യങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്ന ഒന്നാം ഭാഗം, തദ്ദേശീയരായ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ക്രിസ്തുമതത്തിലേക്ക് മാറ്റുന്നതിലൂടെ ലഭിക്കുന്ന നാഗരികവും രാഷ്ട്രീയവുമായ നേട്ടങ്ങളെക്കുറിച്ച് പറയുന്ന രണ്ടാം ഭാഗം, ഇന്ത്യയിലെ നിലവിലുള്ള മിഷണറി പ്രവർത്തനങ്ങളെ അപഗ്രഥിക്കുന്ന മൂന്നാം ഭാഗം. 3 ഭാഗങ്ങളിലായി അദ്ദേഹം സമർത്ഥിക്കാൻ ശ്രമിച്ചത് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ക്രിസ്തുമതം പ്രചരിപ്പിക്കാതിരിക്കുന്നത് ദൈവനിന്ദയാണ് എന്നാണ്. ഒപ്പം തന്നെ ഇന്ത്യക്കാർ ക്രിസ്ത്യാനികളായാൽ അവർ ബ്രിട്ടീഷ് ഭരണത്തോട് കൂടുതൽ കൂറുള്ളവരായി മാറുമെന്നും അത് സാമ്രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് അനിവാര്യമാണ് എന്നും ഭരണാധികാരികളെ ബോധ്യപ്പെടുത്താനും പുസ്തകത്തിലൂടെ അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്. ഹിന്ദുക്കളെ അന്ധവിശ്വാസികളെന്നും ഹൈന്ദവാരാധനകളെ ബഹുദൈവാരാധനയുടെ മ്ലേച്ഛതകൾ എന്നും വിശേഷിപ്പിക്കുന്ന ബുച്ചനൻ അവർക്കിടയിൽ സാമൂഹ്യ പ്രവർത്തനങ്ങളിലൂടെയും സൗമ്യമായ ആശയപ്രചാരണങ്ങൾ വഴിയും വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും എന്ന ആത്മവിശ്വാസം പുലർത്തുന്നുണ്ട്. സതി, ശിശുഹത്യ, ജഗന്നാഥ ക്ഷേത്രത്തിലെ ആചാരങ്ങൾ എന്നിവയെ ഉയർത്തിക്കാട്ടിയാണ് ഹൈന്ദവ സമൂഹം ധാർമ്മികമായി അധപതിച്ചതാണ് എന്നും അവരെ സംസ്കരിക്കേണ്ടത് ക്രിസ്ത്യാനികളുടെ കടമയാണ് എന്നും അദ്ദേഹം വാദിക്കുന്നത്. ഇതിൽ നിന്നും വ്യത്യസ്തമായി ഇസ്ലാമിനെ ശത്രുപക്ഷത്ത് നിർത്തിക്കൊണ്ടാണ് മുസ്ലിങ്ങൾക്കിടയിൽ നടത്തേണ്ട മിഷണറി പ്രവർത്തനങ്ങളെക്കുറിച്ച് അദ്ദേഹം വാചാലമാകുന്നത്. ഇസ്ലാം ക്രിസ്തുമതത്തിന് ഒരു രാഷ്ട്രീയ വെല്ലുവിളിയാണ് എന്ന അദ്ദേഹത്തിൻ്റെ വിലയിരുത്തൽ കുരിശുയുദ്ധത്തിൻ്റെ ബൗദ്ധികാവശിഷ്ടങ്ങൾ തന്നെയാണ് ബ്രിട്ടീഷ് മിഷണറിമാരുടെയും തലയിലുണ്ടായിരുന്നത് എന്ന് വ്യക്തമാക്കുന്നതാണ്. സ്വന്തം മതത്തിലും അതിൻ്റെ ആശയങ്ങളിലുമുള്ള മുസ്ലിങ്ങളുടെ ആത്മാഭിമാനമാണ് അവർക്കിടയിലുള്ള മിഷണറി പ്രവർത്തനങ്ങൾക്കുള്ള പ്രധാനപ്പെട്ട തടസ്സം എന്നാണ് അദ്ദേഹം നിരീക്ഷിക്കുന്നത്. ഇത് തകർക്കാതെ മുസ്ലിങ്ങളെ ക്രിസ്തുമതത്തിലേക്ക് ആകർഷിക്കാൻ കഴിയില്ല. അതിനായി കൂടുതൽ ബൗദ്ധികമായ ഇടപെടലുകൾ ആവശ്യമുണ്ട് എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. നമ്മുടെ ഭരണം കൊണ്ട് ഇന്ത്യക്കാർക്ക് ലഭിക്കേണ്ട ഏറ്റവും വലിയ ഉപകാരം ക്രിസ്തുമതമാണ് എന്ന ബുച്ചനൻ്റെ വാദത്തിന് പിന്തുണ നൽകിയവരും ഇല്ലാത്തവരും ബ്രിട്ടീഷുകാർക്കിടയിലുണ്ടായിരുന്നു. ഭരണത്തിൻ്റെ തണലിലുള്ള മിഷണറി പ്രവർത്തനങ്ങൾ വഴി ഇന്ത്യയെ ക്രിസ്തുവിന് നേടിക്കൊടുക്കാമെന്ന് കരുതിയ മിഷണറിമാർ അദ്ദേഹത്തിന് സർവാത്മനാ പിന്തുണ നൽകിയപ്പോൾ ഇന്ത്യക്കാരുടെ മതവികാരങ്ങളിൽ തൊട്ടാൽ അത് വലിയ വിപ്ലവത്തിന് കാരണമാകുമെന്നും തങ്ങളുടെ കച്ചവടത്തെയും ഭരണത്തെയും ബാധിക്കുമെന്നും ഭയപ്പെട്ട കമ്പനി ഓഫീസർമാർ എതിർപക്ഷമാണ് നിലകൊണ്ടത്. ഈ വിഷയത്തിൽ ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ വലിയ വാദപ്രതിവാദങ്ങളുണ്ടായി. കച്ചവടവും സാമ്രാജ്യത്തിൻ്റെ സുരക്ഷിതത്വവും ലക്ഷ്യം വെച്ച രാഷ്ട്രതന്ത്രജ്ഞർ ഒരു വശത്തും ഇന്ത്യയെ ക്രൈസ്തവവൽക്കരിക്കുക എന്ന ദിവ്യമായ ദൗത്യമുണ്ട് എന്ന് വിശ്വസിച്ച് സുവിശേഷകർ മറുവശത്തും നിലയുറപ്പിച്ച് അവർ തമ്മിലായിരുന്നു ആശയ പോരാട്ടം. ബ്രിട്ടനിലെ അടിമത്തവിരുദ്ധ പോരാട്ടത്തിലെ പ്രധാനിയായിരുന്ന വില്യം വിൽബർഫോഴ്സാണ് മിഷണറിമാർക്കായി പാർലമെൻറ്റിൽ വാദിച്ച പ്രധാനി. ഇന്ത്യക്കാർ ക്രിസ്ത്യാനികളായി തീർന്നാൽ പിന്നെ ഒരിക്കലും ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ തിരിയില്ല എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വാദം. മതം മാറുന്നതിലൂടെ അവർ ബ്രിട്ടീഷ് താൽപ്പര്യങ്ങളുമായി മാനസികമായി പൊരുത്തപ്പെടുമെന്ന് അദ്ദേഹം ഭരണാധികാരികളെ ബോധ്യപ്പെടുത്തി. അങ്ങനെ ബുച്ചനൻ തുടങ്ങിവെച്ച വാദപ്രതിവാദങ്ങൾ 8 വർഷങ്ങൾക്ക് ശേഷം അവസാനിച്ചത് 1813 ചാർട്ടർ ആക്ട് പാസാക്കുന്നതോടെയാണ്. ചാർട്ടർ ആക്ട് പാസ്സായതോടെ ഇന്ത്യയിലെ മിഷണറി പ്രവർത്തനങ്ങൾ ഒരു നിയമപരമായ ബാധ്യത എന്ന നിലയിലേക്ക് മാറി. ക്രിസ്ത്യൻ മിഷണറിമാർക്ക് ഇന്ത്യയിൽ യഥേഷ്ടം മതപ്രബോധനം നടത്തുന്നതിനുള്ള അവകാശം നൽകുന്നതായിരുന്നു ആ ആക്ട്. ഇന്ത്യയിൽ ഒരു ബിഷപ്പും 3 ആർച്ച് ഡീക്കന്മാരും അടങ്ങുന്ന ഒരു ഔദ്യോഗിക സഭാ സംവിധാനം നിലവിൽ വന്നത് ഇതിന് ശേഷമാണ്. 1814 തന്നെ
കൽക്കട്ട കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നതിനായുള്ള ആദ്യത്തെ ആംഗ്ലിക്കൻ ബിഷപ്പ് നിയോഗിക്കപ്പെട്ടു. ലോകത്തിന്റെ വ്യത്യസ്ത വശങ്ങളിൽ നിന്നുള്ള മിഷണറി സംഘങ്ങളുടെ ഇന്ത്യയിലേക്കുള്ള പ്രവാഹമുണ്ടായത് അതിനുശേഷമാണ്. ക്രിസ്തുവിനായി ഇന്ത്യയെ നേടുക എന്ന ലക്ഷ്യത്തോടുകൂടി പലതരം മാർഗങ്ങളിലൂടെ അവരെല്ലാവരും പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. ബ്രിട്ടീഷുകാരുടെ ആഗമനത്തിന് ശേഷമുള്ള മിഷണറി പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ ജെഫ്രി കോക്സിന്റെ സാമ്രാജ്യത്വ വിള്ളലുകൾ ഇന്ത്യയിലെ ക്രിസ്തുമതവും കൊളോണിയൽ അധികാരവും എന്ന പുസ്തകത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട്.